സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. അതനുഭവിച്ചൊരു മാത്രം ഒരു നിമിഷം നദിയോട് സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം. ഓ എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, എന്റെ യേശു മാറുകില്ല. ഒരിക്കൽ കൂടി എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, യേശു കൈവിടില്ല. ഞാനേകനായി തീർന്നിടട്ടെ, എന്റെ യേശു മാറുകില്ല. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഹൃദയസ്പർശം എന്ന സാക്ഷി പരമ്പര 81 ആഴ്ച പിന്നിടുകയാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ ഉൾഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതമായിരിക്കുന്ന ഒട്ടനവധി മിഷണറിമാരുണ്ട്. ഇന്നലകൾ അവർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു, പക്ഷെ നാം അറിയാതെ പോയി. എന്നാൽ ഇന്ന് നാം അവരെ ഓരോരുത്തരെയും തേടിപ്പിടിച്ച് ഒന്നിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവന്ന് കൂട്ടായ്മ ആചരിക്കുന്ന പ്രവൃത്തിയാണ് ഓരോ ഞായറാഴ്ച സന്ധ്യകളിലും 8 മുതൽ 10 വരെയുള്ള സമയത്ത് നാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഓരോ മിഷണറിമാരുടെയും ജീവിതവും പ്രവർത്തനവും ശൈലികളും ഒക്കെ കണ്ടപ്പോൾ അവർ ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും സമ്മേളിക്കേണ്ടുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഈയൊരു ആശയവുമായിട്ട് കുറച്ച് നാളുകൾ ഞാനിങ്ങനെ നടക്കുകയുണ്ടായി. നടക്കുന്ന വഴിയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള 2 കഥാപാത്രങ്ങളുണ്ട്. അത് ഒന്ന് വില്യം കേറിയാണ്. വില്യം കേറി ഭാരതത്തിൻ്റെ സുവിശേഷ വേലയിലേക്ക് വരുവാൻ വേണ്ടി തനിക്കൊരു നിയോഗം ദർശനമുണ്ടായപ്പോൾ താൻ തൻ്റെ ആത്മീയ സ്നേഹിതനായിട്ടുള്ള തൻ്റെ മെൻ്ററായിട്ടുള്ള ആൻഡ്രൂ ഫുള്ളറോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ കുഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, നീ എൻ്റെ കയറിൻ്റെ അറ്റം പിടിക്കുമോ? ഞാൻ കുഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നീ എൻ്റെ കയറിൻ്റെ അറ്റം പിടിക്കുമോ എന്ന് ആൻഡ്രൂ ഫുള്ളറോട് പറയുമ്പോൾ ആൻഡ്രൂ ഫുള്ളർ തിരിച്ചു പറയുന്ന വാചകം ഇതാണ്: ജീവനുള്ള കാലത്തോളം ഞാൻ നിൻ്റെ കയറിൻ്റെ അറ്റം പിടിക്കും, ജീവനുള്ള കാലത്തോളം ഞാൻ നിൻ്റെ കയറിൻ്റെ അറ്റം പിടിക്കും. വില്യം കേറിയെ ചരിത്രത്തിൽ നമുക്കറിയാം. ഭാരതത്തിൽ സറാംപൂർ എന്ന് പറഞ്ഞ കോളേജ് സ്ഥാപിച്ചു. നിരവധി ഭാഷയിൽ താൻ ബൈബിൾ പരിഭാഷപ്പെടുത്തി. ഭാരതത്തിൻ്റെ പല സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടുകയുണ്ടായി. ഭാരതത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടി കൽക്കട്ട കേന്ദ്രീകരിച്ച് വില്യം കേറി പ്രവർത്തിക്കുന്നതിന് മുമ്പ് വില്യം കേറിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ ഭക്തനായ മനുഷ്യനാണ് ആൻഡ്രൂ ഫുള്ളർ. വില്യം കേറി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച സമയത്ത് ആൻഡ്രൂ ഫുള്ളർ ഇംഗ്ലണ്ടിലൂടെ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്തു. എൻ്റെ സഹോദരനായിട്ടുള്ള വില്യം കേറി ഭാരതത്തിലേക്ക് പോകുന്നു. വില്യം കേറിയുടെ ഒപ്പം ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതത്തിലെ ദൈവത്തിൻ്റെ വേല വില്യം കേറിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സഭകളെ ഉത്തേജിപ്പിച്ച് ഒരുപാട് പേരെ പ്രാർത്ഥനാ പങ്കാളികളാക്കി വില്യം കേറിക്ക് കൂട്ടായ്മ കാണിക്കാൻ ആൻഡ്രൂ ഫുള്ളർ എന്ന ഭക്തനായ മനുഷ്യൻ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്റെ കയറിൻ്റെ അറ്റം പിടിക്കുമെന്ന് പറഞ്ഞ വാക്ക് അത് സാധ്യതപ്രാപ്യമായതുകൊണ്ടാണ് വില്യം കേറി എന്ന അനുഗ്രഹീത മനുഷ്യന് ഭാരതത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ നമ്മൾക്കൊക്കെ മുമ്പേ യാത്ര ചെയ്യുവാനും അത്ഭുതങ്ങൾ രചിക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. വില്യം കേറിയുടെ ചരിത്രത്തെക്കുറിച്ചൊന്നും ഞാൻ ആഴത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വില്യം കേറിയും ആൻഡ്രൂ ഫുള്ളറും ചേർന്ന് പ്രവർത്തിച്ചതുപോലെ മിഷൻ പ്രവർത്തനം ഒരു പാർട്ട്ണർഷിപ്പ് വർക്കാണ്, ഒരു ടീം വർക്കാണ്. ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. കയറിൻ്റെ അറ്റം പിടിക്കുമ്പോൾ നമുക്കറിയാം കൈവെള്ളയിൽ കയറിൻ്റെ പാടുകൾ പതിഞ്ഞിരിക്കും. അത് കുഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ വില്യം കേറിയുടെ കൈയുടെ വെള്ളയിൽ കയറിൻ്റെ പാടുകൾ പതിക്കുന്നത് പോലെയാണ്. വില്യം കേറി താഴേക്ക് ഇറങ്ങുമ്പോൾ ആ വില്യം കേറിക്ക് വേണ്ടി കയർ പിടിച്ചിട്ടുള്ള ആൻഡ്രൂ ഫുള്ളറുടെ കൈയുടെ വെള്ളയിലും പാടുകൾ പതിച്ചിട്ടുണ്ട്. വില്യം കേറിയുടെ കൈയുടെ വെള്ളയിൽ പാടുകൾ പതിക്കുന്നത് പോലെ ആൻഡ്രൂ ഫുള്ളറുടെ കൈയുടെ വെള്ളയിലും പാടുകൾ പതിച്ചിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ മണ്ണിൽ നമുക്ക് പോയി ട്രാക്ട് കൊടുക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഇരുന്നു കൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നാം ചെലവിട്ടിട്ടുണ്ടെങ്കിൽ, നാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നാം ഒരാളുടെ കൂട്ടായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ളയിലും ആ പാടുകൾ വീണിട്ടുണ്ട്. ഈ കോൺഫറൻസ് ഉയർത്തുന്ന ചോദ്യം
ഇതാണ്, നമ്മുടെ കൈകൾ ഒന്ന് മലർത്തി നോക്കണം. നമ്മുടെ കൈയുടെ വെള്ളയിൽ എത്രമാത്രം കയറിൻ്റെ പാടുകൾ വീണിട്ടുണ്ട്. 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷമൊക്കെ രക്ഷയുടെ അനുഭവം പങ്കുവെക്കുന്ന നമ്മുടെ കൈയുടെ വെള്ള വല്ലപ്പോഴും ഒന്ന് മലർത്തി നോക്കിയിട്ട് നോക്കണം, ഈ കൈയുടെ വെള്ളയിൽ യേശു കർത്താവിന് വേണ്ടി കയറ് പിടിച്ചതിൻ്റെ പാടുകൾ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ ഭാരത സഭ തയ്യാറാകണം. അത് തയ്യാറാക്കുവാൻ വേണ്ടി തുടക്കമിടുന്ന ഒരു കോൺഫറൻസ് കൂടിയാണ് ഈ കോൺഫറൻസ് എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും കയറിൻ്റെ അറ്റം പിടിക്കേണ്ടവരാണ്. ഒന്നുകിൽ വില്യം കേറിയെ പോലെ കയറിൻ്റെ അറ്റം പിടിച്ച് കുഴിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ആൻഡ്രൂ ഫുള്ളറെ പോലെ കരയ്ക്ക് നിന്നുകൊണ്ട് വില്യം കേറിയുടെ കയറിൻ്റെ അറ്റം പിടിച്ചിട്ട് വില്യം കേറിയുടെ പ്രവർത്തനത്തിന് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുക. ഒന്നുകിൽ വില്യം കേറിയാവുക, അല്ലെങ്കിൽ ആൻഡ്രൂ ഫുള്ളർ ആവുക. അത് രണ്ടുമല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല എന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ പക്ഷത്തേക്ക് ഒരിക്കൽ കൂടി ചേർന്നിരിക്കുവാനും പുനഃസമർപ്പണം ചെയ്യുവാനുമുള്ള കോൺഫറൻസ് ആയിട്ട് ഈ കോൺഫറൻസ് മാറട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ കോൺഫറൻസിനെ കാണുമ്പോൾ കർത്താവിന് നമുക്ക് അധികമായി സ്തുതിക്കുവാനായിട്ടുള്ള വാക്കുകൾ നിരവധിയാണ്. കാരണം ഐക്യരാജ്യങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങളുടെ പഴക്കം കൊണ്ട് നേർത്തെടുത്ത കോൺഫറൻസുകളൊക്കെ വളരെ സഫിസ്റ്റിക്കേറ്റഡായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ പ്രാഥമിക കോൺഫറൻസ് തന്നെ ഇത്രത്തോളം അടുക്കലും ചിട്ടയിലും മനോഹരമാക്കി തീർത്ത, അതിനു വേണ്ടുന്ന ആശയങ്ങളും ആലോചനകളും കൊടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുവാൻ, ചുക്കാൻ പിടിക്കുവാൻ കർത്താവ് കാര്യങ്ങളിലെടുത്ത പാസ്റ്റർ ഷാജൻ ജോൺ ഇടക്കാടിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. മറ്റാരും ഇതിനകത്ത് ടീം ലീഡർഷിപ്പൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് പോകാത്ത, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെലുത്താത്ത ഒരു ഏരിയ പോലുമില്ല. ഉദാഹരണമാണ് നമ്മുടെ ഈ കോൺഫറൻസിൻ്റെ ആ ടൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഹോൾഡിംഗ് ദ റോപ്പ് എന്നുള്ളതിൻ്റെ ഫോണ്ട് പോലും റോപ്പാണ്. കണ്ടല്ലോ, അതിൻ്റെ ഫോണ്ട് പോലും കയറാണ്. അത്ര മനോഹരം. ഞാൻ വിദേശ രാജ്യത്തെ കോൺഫറൻസുകളിൽ നിരവധി കോൺഫറൻസുകൾ, 1-2 കോൺഫറൻസുകൾ നടത്തുകയും അതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൽ ഇതെല്ലാം കൊണ്ടും തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് പ്രാരംഭമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല മാനവും മഹത്വവും കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ടീമിനായ സ്തോത്രം. ഇദ്ദേഹത്തോടൊപ്പം നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത് ക്രൈസ്റ്റ് ഏജിയിലെ മിഷണറിമാരാണ്. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ഏജിയിലെ എനിക്ക് തോന്നുന്നു 10-25ഓളം മിഷണറിമാർ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജൻ ജോണിനോട് ചേർന്ന്, അതുപോലെ തന്നെ മറ്റനേക ആളുകൾ വാളണ്ടിയേഴ്സായിട്ട് നിന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നു. അവർക്കായും ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 1ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് അന്ത്യോക്യയിലേക്ക് മടങ്ങി വന്നു. അവിടെ നിന്നാണ് അയച്ചത്. അയച്ചവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി, വലിയൊരു അഭിഷേകം ചില ജീവിതങ്ങളിലേക്ക് പകരുകയാണ്. അയച്ചവന്റെ പ്രവൃത്തി പകുതിയിൽ വെച്ച് സ്തോത്രം പൂർത്തീകരിക്കുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിൽക്കുന്ന അന്ധകാര ശക്തികളെ, ദുഷ്ടപോരികളെ വെട്ടിമാറ്റിക്കൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി സ്വർഗത്തിന്റെ ഒരു സൈന്യം നിങ്ങളുടെ വേലസ്ഥലങ്ങളിലേക്ക് ഇതാ ഇറങ്ങി വരികയാണ്. സ്വർഗത്തിന്റെ കലവറകളെ തുറന്ന് തന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി നിങ്ങളെ വഴി നടത്തുവാൻ, ഹല്ലേലൂയ, ഒരു മനുഷ്യരുടെയും മുഖത്ത് നോക്കി വേല ചെയ്യുവാനായിട്ടല്ല, എന്നെ അയച്ചവൻ ഇതിനേക്കാൾ ഉന്നതനാണ് എന്നുള്ള കാഴ്ചപ്പാടോട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരു വേല, ഒരു പ്രവൃത്തി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സംഘടന ഏൽപ്പിച്ചിരിക്കുന്ന വേലയല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേലയാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേലയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഒരു പ്രെസ്ബിറ്ററോ ഡിസ്ട്രിക്റ്റോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഏൽപ്പിച്ചിരിക്കുന്ന വേലയല്ല, ദൈവം ഏൽപ്പിച്ച വേല. പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 13 വർഷമായിട്ട് പൗലോസും ബർന്നബാസും പ്രസംഗിച്ചു, കഷ്ടം സഹിച്ചു, എത്ര സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വിളിച്ചിരിക്കുന്ന വേലയെന്ന് പറയുന്നത് ചിലരെക്കുറിച്ച് ദൈവത്തിന് ചില പ്രത്യേക പ്ലാനുണ്ട്.
അത് വെളിപ്പെട്ടു വരാൻ അല്പസമയമെടുക്കും. 13 വർഷമായപ്പോൾ അന്ത്യോക്യയിലെ ഉപവാസ പ്രാർത്ഥനയിൽ അസാധാരണമായ സമയത്ത്, അപ്രതീക്ഷിതമായ സമയത്ത് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വേർതിരിപ്പിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ആമേൻ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ സഭാ സംസ്ഥാപനം റോമിൽ വരെ പൂർത്തീകരിക്കുവാൻ പൗലോസിന്റെ മേൽ വന്ന നിയോഗം എന്ന് പറയുന്നത് ആ വിളിച്ചിരിക്കുന്ന വേലയാ. ഇന്ന് പകലിവിടെ വന്നിരിക്കുന്നവർ പറയുന്നു, പല വേലകൾ, പല ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് പ്രത്യേക പ്ലാനുണ്ട്. അതിന്റെ സമയത്ത് അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിലും 12ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കർത്താവ് എനിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സിവിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ തന്നു. അപ്പോഴും കർത്താവുമായിട്ടുള്ള ആ ICPF ഉള്ള ബന്ധത്തിലോടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു. ആ സമയത്ത് MSW കഴിഞ്ഞ് എനിക്ക് റാങ്ക് കിട്ടി കഴിഞ്ഞ് എനിക്ക് അപ്പം തന്നെ ജോലി കിട്ടി. അപ്പം ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡായി. ഓപ്ഷൻസ് എൻ്റെ മുമ്പിൽ ഒത്തിരി എല്ലാവരും പറയും നീ നല്ല മിടുക്കിയാണ്, നീ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം, നിനക്ക് കിട്ടും. എന്നോട് പറഞ്ഞു നീ IELTS എഴുതണം. IELTS എല്ലാവരും പറഞ്ഞ് ഞാൻ എഴുതി, എനിക്ക് 7 കിട്ടി ഓവറോൾ. പക്ഷേ എനിക്ക് MSWന് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയയിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി, നീ അവിടെ പോകണം. പക്ഷേ എനിക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയതുകൊണ്ട് MPhilന് അഡ്മിഷൻ കിട്ടുമായിരുന്നു, PhD ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ മിഷൻ ദൈവം തന്നതുകൊണ്ട് ഞാൻ കർത്താവുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ദൈവം എനിക്ക് തന്ന ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് തീരുമാനം എടുക്കേണ്ട ഒരു സമയം വന്നു. കർത്താവ് എന്നെ ശരിക്കും ഒരു മിഷണറി ആവണം എന്നാണോ കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? എൻ്റെ തലയിൽ കൈവച്ച് ഒരു പ്രവാചകനും നീ ഫുൾ ടൈം ആണ്, നീ ഹാഫ് ടൈം ആണ്, അങ്ങനെയല്ല. കർത്താവ് എൻ്റെ അടുത്ത് പറയണം കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, എന്നെപ്പറ്റി കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ്, അതറിയാൻ വേണ്ടി ഞാൻ ദൈവസന്നിധിയിലിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് ഒരു വാക്യം പ്രകാശിപ്പിച്ചു തന്നു. യോഹന്നാൻ 21:15. ഞങ്ങൾ മലകളിലേക്ക് പോകുവാൻ വേണ്ടി ഞങ്ങൾ ബൈക്കിൽ പോകുന്നതാണ്. അവിടെ വാഹന സൗകര്യങ്ങളില്ലാത്ത തന്നെ ബൈക്കിലാണ് ഇത്രയും സാധനങ്ങളൊക്കെ. ഇതൊരു വീഡിയോ ആണ്. ഇത് ദിരങ് എന്ന് പറയുന്ന ചർച്ചിലേക്ക് ഞങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. ഇതുപോലെ ഒത്തിരി തോടുകൾ ക്രോസ് ചെയ്തിട്ടാണ് ഒരു മലകളിൽ ഞങ്ങൾ എത്തുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇതും ഒരു ഗർലിംഗ് എന്ന് പറഞ്ഞ ഒരു ചർച്ചിലേക്കുള്ള വഴിയാണ്. പ്രിയ ക്ലെമൻ സാറൊക്കെ അവിടെ എത്തി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുവാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴിയായിരുന്നു, പക്ഷേ മഴ പെയ്ത കാരണം അവിടെ ലാൻഡ് സ്ലൈഡാണ്. മണ്ണിടിച്ചിൽ മൂലം വഴി ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു വഴിയാണ്. പല ചർച്ചുകളിലെ റോഡുകൾ ഇങ്ങനെയാണ്. ഞങ്ങളുടെ പലപ്പോഴും കർത്താവ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ദൈവത്തിൻ്റെ സുരക്ഷയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്നത്. ഇത് വേറൊരു ചർച്ചിൽ പോൾക്കീം എന്ന് പറഞ്ഞ ചർച്ചിലേക്കുള്ള വഴിയാണ്. പേടിയുള്ളവർ കാണണ്ട. താഴെ ഒരു കൊക്കയാണ്. പക്ഷേ ഇതൊക്കെ പോകുമ്പോഴും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഇതുവരെയൊന്നും വീഴാണ്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിൻ്റെ കരുണ മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ആൻഡ്രൂ ഫുള്ളറെ പോലെ ചെയ്യുന്ന. ഞങ്ങൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ കർത്താവിൻ്റെ കർത്താവ് 3 പിള്ളേരാണ്, അവരിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്, പ്ലീസ് ഞങ്ങളെ സൂക്ഷിക്കണേ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോണത് ബൈക്കിൽ. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ്. 2004 ഒരു എതിർപ്പ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ 7 മലയാളി പാസ്റ്റർമാർ അവിടെ നിന്ന് അവർക്ക് വിട്ടുപോകേണ്ടി വന്നു. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൻ്റെ മുന്നിലും കടന്നു വന്ന് അവർ ബഹളമുണ്ടാക്കി. 3/4 മണിക്കൂറോളം ചർച്ചിൻ്റെ മുന്നിൽ അതിൻ്റെ വരാന്തിൽ വെച്ച് പടക്കങ്ങൾ പൊട്ടിച്ചും അവരുടെ ആഘോഷങ്ങളിൽ അവർ ആർത്തു വിളിച്ചും അവരുടെ ദൈവത്തെ വിളിച്ചും ആർത്തു വിളിച്ചപ്പോൾ ചർച്ചിനകത്തിരുന്ന് ഞാൻ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചില വ്യത്യസ്തപ്പെട്ട. ഞാൻ കർത്താവിനോട്, കർത്താവേ, ഇനിയും നിൻ്റെ ദൈവദാസന്മാർ അടികൊണ്ടിട്ട് വേണമോ അങ്ങേക്ക് മഹത്വം എടുക്കുവാൻ? അങ്ങനെയെങ്കിൽ ഇനിയും എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ കാങ്കരയിൽ നിന്ന് വിട്ടുപോകുന്ന 8ാമത്തെ പാസ്റ്റർ ഞാനായിരിക്കും. എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് വേണം എനിക്ക് പറയുവാൻ. അതുമാത്രമല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന് എന്നെ അവിടെ നിർത്തണമെന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവിടെ നിർത്തിയിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ കാങ്കറിനെ കുറിച്ച് പറയണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത്തരത്തിലെ പ്രാർത്ഥനാപൂർവം ആഗ്രഹിച്ചപ്പോൾ ഇന്ന് ശാസ്ത്രജ്ഞനായിട്ട് ജോലി ഉണ്ടായിട്ടും അത് ഉപേക്ഷിച്ച് പൂർണ്ണ സമയവും ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന അതുല്യനായിട്ടുള്ള ഒരു അനുഗ്രഹീത ദൈവദാസൻ നമ്മുടെ മധ്യേ വന്ന് ശുശ്രൂഷിക്കുന്നത് നമുക്ക് ആവേശമാകും എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് അടുത്ത ദൈവദാസനെ നമ്മൾ ഈ കോൺഫറൻസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ജനിച്ചത് ആന്ധ്രാപ്രദേശ്, തൻ്റെ മാതൃഭാഷ തെലുങ്ക്. പഠനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ PhD ചെയ്യുവാനായിട്ട് താൻ എത്തിച്ചേർന്നു. അതാണ് ആ ദൈവദാസൻ്റെ ആദ്യത്തെ മലയാളി ബന്ധം. അതിനുശേഷം തനിക്ക് തൻ്റെ ഭാര്യയായി ലഭിച്ചത് മലയാളി യുവതിയായിട്ടുള്ള മനിത നായർ എന്ന യാഥാസ്ഥിതിക നായർ കുടുംബത്തിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ ഒരു ദേവദാസിയാണ്. രണ്ടുപേരും മെഡിക്കൽ ഡോക്ടേഴ്സ്, രണ്ടുപേരും അമേരിക്കയിൽ റിസർച്ച് ചെയ്യുവാനും ജോലി ചെയ്യുവാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള, അവസരം ലഭിച്ചിട്ടുള്ള 2 വ്യക്തികൾ. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കയിലല്ല പാർക്കേണ്ടുന്നത്, ഭാരതത്തിലേക്ക് മടങ്ങിപ്പോകണം. അങ്ങനെ ഭാരതത്തിൽ മടങ്ങി വന്ന് കൊച്ചിയിൽ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. സ്റ്റാർ ഹോട്ടലുകളിൽ നടന്നിട്ടുള്ള മെഡിക്കൽ കോൺഫറൻസുകൾക്ക് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ക്ലാസുകൾ നയിച്ചിട്ടുള്ള ദേവദാസൻ ഇന്ന് കൊച്ചിയുടെ തെരുവുകളിൽ പാർക്കുന്ന അതിഥി തൊഴിലാളികളുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരാഭ്യാസം മുതലുള്ള പ്രാഥമിക വിദ്യാഭ്യാസവും സ്കിൽ ട്രെയിനിങ്ങും ഒക്കെ നടത്തി വരുന്ന അമർസാത്ത് എന്ന് പറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു NGOയ്ക്ക് നേതൃത്വം കൊടുത്തും വരുന്നു ഡോക്ടർ സുധാകർ. ആന്ധ്രാപ്രദേശിൽ ജനിച്ചു വളർന്ന ഡോക്ടർ സുധാകറാണ് തുടർന്നുള്ള സമയം നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും തൻ്റെ അനുഭവത്തിൽ നിന്നും സംസാരിക്കാനായിട്ട് പോകുന്നത്. വളരെ ആദരവോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ ഡോക്ടർ സുധാകരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓവർ ടു ഡോക്ടർ സുധാകർ. Father, we thank you, we praise you, Lord. We thank you for your love, we thank you for your kindness, we thank you for your mercy, Lord. We thank you for this wonderful time that you have given for all of us. That as your children we are gathered here, Lord, and you have redeemed us with your Son Jesus' blood. And you have made us part of your kingdom, Lord. And you have called us children of God. And you have given us the Holy Spirit who dwells in us, who guides us, who empowers us. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് അനേക പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി, ഒരു എലിയെ കൊണ്ട് ഒരു സഹോദരനെ, ഒരു കർത്താവിൻ്റെ ദാസനെ പോറ്റിയതായിട്ട് കാണിച്ചു. ആഹാരങ്ങളില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ആ വീടിൻ്റെ ഭിത്തിയിൽ കൊണ്ട് ഒരു 100 രൂപ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. എന്നാൽ പട്ടിയെ കൊണ്ട് ചപ്പാത്തി കൊടുത്തത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് മുമ്പിൽ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, ഈ ലോകത്തിലെ ആളുകൾ നിങ്ങളെ മാനിച്ചില്ലായിരിക്കാം, മൈൻഡ് ചെയ്തില്ലായിരിക്കും. അവർ നല്ല കാറുകളിൽ പോകുമ്പോൾ, നിങ്ങൾ നടന്നു പോകുമ്പോൾ അവർ നിങ്ങളെ മാനിക്കത്തില്ല. അത് ലോക സഹജമാണ്. നല്ല ഡ്രസ്സ് അവരിട്ടുകൊണ്ട് പോകുമ്പോൾ, നിങ്ങൾ പന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവർ നിങ്ങളെ മാനിക്കത്തില്ലായിരിക്കാം. മാനിക്കുന്നതായ ഒരു ദിവസം ഇതാ ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവരുടെ മുൻപിൽ കർത്താവായ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ പുറമോട്ട് പോകരുത്, മുൻപോട്ട് പോവുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനം വരുത്തുന്ന നിങ്ങളെ കാണുവാനും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും നിങ്ങളോടൊപ്പമായിരിക്കുവാനുമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ഇവിടെ ആയിരുന്ന 2 ദിവസം ഞാൻ ഇന്നലെ പ്രിയ ഷാജൻ പാസിനോട് പറയുമായിരുന്നു, ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് എന്നെ ഇമോഷണലി കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത അനുഭവങ്ങൾ, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ,
ഒക്കെയും കേട്ടപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കൊന്ന് കെട്ടിപ്പിടിക്കാമോ? നിങ്ങളുടെ മാറോടൊന്ന് ചേർക്കാമോ? ആ സഞ്ചാരിയെ നിങ്ങൾക്ക് ചേർത്തൊന്ന് പിടിക്കാമോ? പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രിയിൽ എന്തൊക്കെയോ നിങ്ങളോട് ചെയ്യുവാനുണ്ട്. ആ ആത്മാവം വഴികാട്ടിയെ ഒന്നുകൂടെ ചേർത്ത് പിടിക്കാം. MSc മൈക്രോബയോളജി MBA കഴിഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ്റെ അപ്പൻ അമ്മ ഉൾപ്പെടെ ആരും വിശ്വാസത്തിലല്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് പോകുന്ന ഈ അനുഗ്രഹീത ചെറുപ്പക്കാരൻ അസംബ്ലീസ് ഓഫ് ഗോഡ് തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ്റെ CAയുടെ സെക്രട്ടറിയാണ്. ഹൃദയസ്പർശത്തിൻ്റെ സാക്ഷ്യ പരമ്പരയിൽ നിരന്തരം ശ്രമിച്ചതിന് ശേഷം ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കും മിഷൻ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കണം. 240 യുവാക്കൾ തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷനിലുണ്ട്, ഞങ്ങൾക്കെങ്ങനെ മിഷൻ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിയും? അതൊരു ചർച്ചയായിട്ട് പുരോഗമിച്ചു. രാജസ്ഥാനിലുള്ള സൺഡേ സ്കൂൾ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ടു. രാജസ്ഥാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ സൺഡേ സ്കൂളില്ലാത്ത സഭകളുടെ കണക്കെടുത്തു. ആ കണക്കെടുപ്പിന് ശേഷം ആ സഭകളിലെല്ലാം സൺഡേ സ്കൂൾ ആരംഭിക്കാൻ വേണ്ട ക്രമീകരണം ആരംഭിച്ചു. ചുരുക്കത്തിൽ തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷൻ CA സെക്രട്ടറി, അപ്പനും അമ്മയും വിശ്വാസത്തിൽ വന്നിട്ടില്ലാത്ത രാജേഷ് എന്ന ഈ മൈക്രോബയോളജിസ്റ്റ് ചെറുപ്പക്കാരൻ്റെ സ്നേഹവും പ്രേരണയും വന്ന് BD ഗിഫ്റ്റ് 500 എന്ന പേരിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും ഓരോ യുവാക്കളുടെയും ബർത്ത്ഡേക്ക് 500 രൂപ വെച്ച് ശേഖരിച്ചുള്ള ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് രാജസ്ഥാനിൽ കഴിഞ്ഞ 6 മാസമായി സൺഡേ സ്കൂളിനെ നട്ടു നനയ്ക്കുന്ന പ്രക്രിയ ആരംഭിച്ചു. ഇനി മുതൽ തിരുവനന്തപുരം വെസ്റ്റ് സെക്ഷനിലെ ചെറുപ്പക്കാർ രാജസ്ഥാനിലേക്ക് വണ്ടി കയറും, VBS നടത്തും, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാർ, അനുഗ്രഹിക്കപ്പെട്ട ആൻഡ്രഫുള്ളർമാർ എഴുന്നേറ്റ് വരുന്നു. അതിലൊരു ആൻഡ്രഫുള്ളറാണ് രാജേഷ്. ഓവർ ടു അബിനസ്. मेरे भाइयों, 2 दिन का मेला, ये दुनिया 2 दिन का मेला. ഈ മീറ്റിങ്ങിൽ കടന്നു വന്നത് എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. ഈ മീറ്റിങ്ങിൽ കടന്നു വരാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചതല്ല. രജിസ്റ്ററൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ കിടന്ന് 2 പ്രാവശ്യം വിറച്ചു. ഒന്ന്, അവൻ ജനിച്ച സമയത്ത്. ആ ജനിച്ച സമയത്ത് വിറച്ചിട്ട് പിന്നെ അവൻ മരിച്ചുപോയി. 95% മരിച്ച കുഞ്ഞിനെ പ്രാർത്ഥനയിലൂടെ ദൈവം മടക്കി തന്നു. ആമേൻ. ഇപ്പോൾ 17 വയസ്സ് കഴിഞ്ഞ് 18 അടുക്കുമ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ അവൻ ഒന്നുകൂടെ എൻ്റെ മടിയിൽ കിടന്ന് വിറച്ചു. അവൻ്റെ വായിൽ കൂടെ നുരയും പതയും ഒക്കെ വന്നു. അവൻ്റെ മൂക്കിലൂടെ ബ്ലഡ് വന്നു. അവൻ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവനെ ഞാൻ മടക്കി ബീഹാറിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവനെ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ അവൻ ഒന്നുകൂടി എൻ്റെ മടിയിൽ കിടന്ന് വിറച്ചു. ഞാൻ എൻ്റെ കണ്ണീരൊഴുക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവൻ ദൈവവേലയ്ക്കുള്ളതാ. ഇവൻ വിറച്ച് മരിക്കേണ്ടവനല്ല, ഇവൻ വിറയ്ക്കുന്നവരെ അവൻ ജീവിപ്പിക്കേണ്ടവനാ, മരിച്ചവരെ ജീവിപ്പിക്കേണ്ടവനാ. ഈ ചത്തു കിടക്കുന്ന അസ്ഥികൾ കൂട്ടമായി കിടക്കുന്ന ബീഹാറിൽ കർത്താവിൻ്റെ സുവിശേഷമായി നിൽക്കുന്ന എൻ്റെ കുഞ്ഞിനെ അങ്ങ് ജീവൻ തന്നേ മതിയാകൂ. എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ വിടുവിച്ചു. ആമേൻ, സ്തോത്രം. എൻ്റെ സമയം കഴിയുകയാണ്. താഴ്മയുടെ ശുശ്രൂഷയാണ് ഇത്, അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല. അധികാരത്തെയും പദവിയെയും കുറിച്ചുള്ള ലോകത്തിൻ്റെ വീക്ഷണത്തെ തകർത്തുടച്ചുകൊണ്ട് കർത്താവ് കാണിച്ച ആ എളിമയുടെ ശുശ്രൂഷ. നമ്മളെല്ലാവരും ഈക്വലാണ്. ഇന്ന് പകൽക്കാലം ഉത്തരേന്ത്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കാലുകൾ കഴുകുവാൻ ഈ വെള്ളം പോരാ, ഞങ്ങളുടെ കണ്ണീരുകൾ തന്നെ വേണം. ഈ വെള്ളം കൊണ്ട് മാത്രം നിങ്ങളെ കഴുകി വിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണീർ കൊണ്ട് നിങ്ങളെ കഴുകി വിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർച്ച യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തും. കാൽവരുടെ കുലക്കളത്തിൽ പച്ചമരക്കുരിശിൽ യേശു കർത്താവ് തൂങ്ങിക്കിടക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ക്രിസ്തു ഏറ്റുമാറ്റത് മരക്കുരിശിൽ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും ശാപം അവൻ ഏറ്റുവാങ്ങി നമ്മളെ സ്വതന്ത്രരാക്കി തീർത്തതാണ്. ഹല്ലേലൂയ. We have no more curses in our life. Hallelujah. We are blessed people because Jesus observed all our curses. നമ്മുടെ എല്ലാ ശാപങ്ങളെയും ആദാമ്യ വർഗത്താൽ ശാപം കൊണ്ടുവന്നുവെങ്കിൽ ആ ശാപത്തെ തിരുത്തി എഴുതിയ മാർഗമാണ് ഈ കർത്താവിൻ്റെ വിശുദ്ധ മേശയിൽ കൂടെ നമുക്ക് ഇന്ന് അനുഭവിപ്പാൻ തക്കണം കഴിയുന്നത്. അനേകർക്ക് വേണ്ടി നുറുകപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇത് സാക്ഷാൽ ആണികളേറ്റ യേശു ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ നിഴലാക്കി നിർത്തി. ഇപ്പോൾ ഈ പാനപാത്രത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാക്കണമേ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, ആകാശത്തിൽ എത്രയോ സന്തോഷം.